ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലെയുള്ള പരിപാടികളും പദ്ധതികളും ഒക്കെ നടപ്പാക്കിയെങ്കിലും കൊച്ചിയുടെ ദുരിതം അവസാനിക്കുന്നില്ല എന്നതാണ് പറയേണ്ടത്. ഇന്നലെ ശക്തമായ മഴയായിരുന്നു, വിവിധ ഇടങ്ങൾ വെള്ളക്കെട്ടിലായി. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു ഓടയാണ്, ഇത് സാധാരണഗതിയിൽ ബ്ലോക്കായി കിടക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ അല്പം ഈ ബ്ലോക്കൊക്കെ മാറ്റി ഇത് നീരൊഴുക്ക് കുറച്ചും കൂടി ഒന്ന് വേഗതയിൽ ആയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം അല്ലെങ്കിൽ അത്തരത്തിൻ്റെ ഭാഗമായി തന്നെ ചെയ്തു തീർക്കേണ്ട ഒരുപാട് പ്രവൃത്തികളാണ്. അതൊക്കെയാണ് ഈ കാലതാമസം വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞൊരു 10 ദിവസം മുൻപ് കനത്ത വേനലായിരുന്നു, വലിയ ചൂടായിരുന്നു. കാലാവസ്ഥയ്ക്ക് മാറാൻ 1 മിനിറ്റ് മതി, അല്ലെങ്കിൽ ഓരോ നിമിഷം മതി. പക്ഷേ ഭരണാധികാരികൾ അത് അവർക്കങ്ങനെ മാറാൻ കഴിയില്ല എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നത് എന്നതുകൂടി പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ശക്തമായ വെള്ളക്കെട്ടാണ് പല മേഖലകളിലും ഉണ്ടാകുന്നത്. ജനങ്ങൾ ദുരിതത്തിലാവുകയാണ്. എല്ലാ വർഷവും ഇതേ കാര്യം തന്നെ, ഇതേ ആവർത്തി തന്നെ പറയേണ്ട ഒരു സ്ഥിതിവിശേഷം അവർക്കുണ്ടാകുന്നു. അവർ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്: എന്ന് തീരും ഞങ്ങളുടെ ദുരിതം എന്നതാണ്. കാരണം ഇതിപ്പോൾ ശരിയാക്കും, ഇപ്പോൾ ശരിയാക്കും എന്നൊക്കെ അധികാരികൾ പല ഘട്ടത്തിൽ പല തലങ്ങളിലുള്ളവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ശാശ്വത പരിഹാരവും ആകുന്നില്ല. അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് മഴയ്ക്ക് മുൻപ്, ദിവസങ്ങൾക്ക് മുൻപേ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തി ഓടകൾ ക്ലീൻ ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കുക എന്നതാണ്. അത് പല ഘട്ടങ്ങളിലും പാളുകയാണ്. പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭരണാധികാരികളും ജനങ്ങളുമൊക്കെ മുകളിലേക്ക് നോക്കി നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ദുഃഖവശാൽ ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ മഴ അല്പം ഒന്ന് തോർന്നിട്ടുണ്ട്, അതുകൊണ്ട് ഭാഗ്യമെന്ന് പറയാം. ശക്തമായ മഴ ഇന്നലെ പോലെ പെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇതേ റോഡിലൊന്നും നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടാവുക. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതിൻ്റെ പ്രധാന കാരണം ഈ മഴക്കാലപൂർവ്വ ശുചീകരണവും മറ്റു കാര്യങ്ങളുമൊന്നും കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ മഴ അല്പം തോർന്നിട്ടുണ്ട്. ഈ മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ വീണ്ടും പഴയ പ്രശ്നങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇന്നലെ ഈ ഇൻഫോ പാർക്കിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റിടങ്ങളിലാണെങ്കിലും KSRTC സ്റ്റാൻഡുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടിരുന്നു. മാത്രമല്ല, ഈ ഡ്രെയിനേജിൽ നിന്നുള്ള വെള്ളം അത് വളരെ മോശമായിട്ടുള്ള വെള്ളമാണ്. അതാണ് പല വീടുകളിലേക്കും പല സ്ഥാപനങ്ങളിലേക്കും ഒക്കെ എത്തുന്നത്. അതുകൊണ്ട് പകർച്ചവ്യാധി ഭീഷണി പോലെയുള്ള അത്തരം സംഭവങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി പോകേണ്ട സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇപ്പോൾ മഴ അല്പം തോർന്നിട്ടുണ്ട്. അതാണ് കൊച്ചിയിൽ നിന്നുള്ള അപ്ഡേറ്റ്.